Everybody's here, everyone we love. The flowers are arranged, they're handing out champagne, waiting just for us. And all that I can see as I walk into the room are all the smiling faces as they take their places, waiting just for you. And I feel kinda nervous as the music starts the service, and I turn around. You should see the way you're looking right now as you're walking down the aisle in your white gown. I can't breathe, I can't speak, can't believe what I'm seeing. I'm speechless, holding back the tears in my eyes. You look so beautiful by my side. I can't breathe, I can't speak, can't believe what I'm seeing. I'm speechless. We are the revelry, we are the dreamers. We dance through the night, in our bones we can feel it. Aiming for the stars against the sky. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. Eyes open wide and the world is before us. We are the sound of a beautiful chorus, holding to the feeling, you and I. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. We have everything we need and we know we were made for this adventure and we were made to go. We'll light up. We'll light up. മത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയെഴുന്നള്ളവേണം. കന്ദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ. ആലാപനായനും അൻപൻ മിശിഹായും കൂടെ തുടയ്ക്കായിവർക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. മകനെ, ജീവിതകാലം മുഴുവനും നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർമ്മിക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നതിനാൽ എല്ലാ പേരുകളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠതയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്ത് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവരെ ചെയ്യുന്നത്.
എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നദ്ധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാതരം അധർമ്മങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ആദിയിൽ ദൈവം മനുഷ്യനെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമാക്കി കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയും അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹം എന്ന പരിസ്ഥിത കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവിത പങ്കാളിയോടൊത്ത് പങ്കുവെച്ച് സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. അമ്മയെ, പിതാവേയും വിശുദ്ധ പിതാവേയും തിരുകുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവും ആയിത്തീരുവാൻ അങ്ങയെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തിയും നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. In love, here you are, robed in majesty and light. Glory beyond earth and sky, who is like the Lord Most High? Great is the one who would leave a throne room for a cross. Oh, for love. All glory to God alone. Praise to the one who gave it all. Name above all names. King Jesus, King Jesus. All glory to God alone. Praise to the one who holds the throne. Name above all names. King Jesus, King Jesus. Imperfect lives at your feet, finding mercy in your eyes. How far from this place we would be, God, without your sacrifice. Great is the grace that would reach across the great divide to bring us life. All glory to God alone. Praise to the one who gave it all. Name above all names. King Jesus, King Jesus. All glory to God alone. Praise to the one who holds the throne. Name above all names. King Jesus, King Jesus.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാനായി ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയവരന്മാരെ വധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാനായി ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ബോധത്തിന് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനതയെയും ഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങൾ രക്ഷകമായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ ഭാരതത്തിൽ വളഞ്ഞെടുക്കുന്ന മുതലിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈതുമളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുകരിക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്ന നമുക്ക് മാർഗ്ഗദീപമായി ഇരിക്കട്ടെ.
സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. അങ്ങയുടെ സ്വഭാവത്തിനുള്ളതും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിലെ വായന 26-ാം അധ്യായം 1 മുതൽ 4 വരെയും 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിച്ചു. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തിരിക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്, മിതഭാഷണയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായ മറ്റൊന്നുമില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർദ്ധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ കണ്ണിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഖമായ ശരീരത്തിൽ മനോഹരമായ മുഖം. ദൈവമായ കർത്താവിനെ സ്തുതി. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. നിങ്ങൾ മൗനം പാലിന് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുകയും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദർ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വാക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവരുടെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ തിരുക്രമത്തിന്റെ ഈശോയോടൊപ്പമുള്ള പ്രധാന കാർമ്മികർ ജെറി, ദിയ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജോസാ, ടീച്ചർ, ദിയയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ,
ബന്ധുമിത്രാദികളെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയുടെ ഉദാശിയുടെ പരിണമത്തിന്റെ സമയത്താണ് നാം ഇപ്പോൾ ഇവിടെ ദൈവാന്തരക്രമങ്ങളെ കുറിച്ചുള്ള ധാരണകൾക്കുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട് സംസാരിച്ച് തീരുമാനിച്ച് കാർന്നോന്മാരുടെ രംഗം മേടിച്ച് രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു കുടുംബമാകുവാൻ, ഒരു ഭവനമാകുവാൻ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ഒരു കുടുംബ വിപീകരണത്തിന് നൽകുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ജെറിനും ദിയായും വലിയ പരിചയമില്ല, ജെറിനെ പരിചയമുള്ളൂ. അത് കുഞ്ഞാവയായി പാലത്തുരത്ത് സ്കൂൾ വിടുത്ത് വളർന്നിരുന്ന ആ ജെറിൻ വളർന്ന നല്ല മിടുക്കനായ സുന്ദരനായ ഒരു പയ്യനായിരിക്കുന്നു. ദിയയും വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേർക്കും മനോഹരമായ ഒരു നല്ല കുടുംബജീവിതത്തിന്റെ ആശംസകൾ നേരുകയാണ് ആദ്യമായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മഹത്തായ വിശുദ്ധ കർമ്മത്തിന്റെ സമയത്ത് ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഈ ഉപദേശങ്ങളോ ഒന്നും കേൾക്കുവാനായിട്ടുള്ള മാനസികാവസ്ഥയില്ല നിങ്ങൾ പ്രത്യേകിച്ച് ജനതയായിരുന്നു. കാരണം പ്രിയമാരി ജോസഫ് കൂടി അനുസരിച്ചുള്ള പണം കാണിച്ച് രണ്ടുപേരുടെയും വികാരിച്ച ഒരാളാണ്. അതുകൊണ്ട് അവരുടെ അച്ഛൻ്റെ അടുത്ത് പോയി ആവശ്യത്തിനും വേദപാഠവും സാരോപദേശവും ഒക്കെ ഇട്ട് ഇത്രയും പെട്ടെന്ന് ഈ ഉദാശ കർമ്മത്തിന്റെ പരിസമത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഡിയോ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കല്യാണത്തിന് സ്ഥിതിയാണ്. 2 ആഴ്ച മുമ്പേ ഫൗണ്ടേഷൻ, കുട്ടി, പേസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കുമണി എല്ലാം കഴിഞ്ഞ് വളരെ മനോഹരിയായിട്ടാണ് ഇതിലിരിക്കുക. ചെറിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത്ര കുട്ടി പേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഇടാറില്ലെങ്കിൽ കാലം മാറിക്കാം. ഏതായാലും മനോഹരമായ ഈ വിശുദ്ധകർമ്മത്തിന് ആധ്യാത്മിക, ഭൗതിക, ശാരീരികത്തിലൂടെയാണ് രണ്ടുപേരുമായിരിക്കും. ഇത് ലംഘിക്കട്ടെ. ഒന്നിട്ട് കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധാക്കിയത് നിങ്ങൾ ക്യാമറമാരുടെ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ജെറിന്റെയും ദിയാനെയും ഒക്കെ മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. ഈ ദേവാലയവും ഈ പരിസരവും ഇത് കഴിഞ്ഞുള്ള കർമ്മങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഇത് കഴിയുമ്പോൾ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുകയും ഇപ്പോഴത്തെ ഈ കുട്ടിയും പേസ്റ്റും ഫൗണ്ടേഷനും ഒക്കെ മാറി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ഒഴുകി പോകുന്ന, ഒലിച്ചു പോകുന്ന മേക്കപ്പുറത്ത് ഒരു യാഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക, മറക്കാതിരിക്കുക. അന്നും ഇതുപോലെ സ്നേഹത്തോടെ പരസ്പരം ചെന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് എന്റെ പ്രാർത്ഥനയും ആശംസ. സുവിശേഷത്തിൽ ജോസഫിനെ നാം കാണുന്നുണ്ട്. മറിയത്തിന്റെ ഭർത്താവ്, യേശുവിന്റെ പിതാവ്, വളർത്ത പിതാവ് എന്നാണെങ്കിൽ പിതാവ് തന്നെ. ജോസഫ് തീരുമാനിക്കുന്നത് തന്റെ വിവാഹത്തിന്റെ അടുത്ത ദിവസം എത്തിയപ്പോഴാണ് ജോസഫ് പറയുക തന്റെ ഭാര്യ മറിയം ഗർഭിണിയാണ്. അതേപോർത്തു രഹസ്യമായി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആരും മറിയത്തെ കുറ്റപ്പെടുത്തുകയില്ല. നമുക്കറിയാം യഹൂദ നിയമത്തിന്റെ ആ കാലഘട്ടം വളരെ കഠിനമായിരുന്നു. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി വിവാഹത്തിന് ഗർഭിണിയാണെന്ന് അറിയുന്ന പക്ഷം അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കഠിന നിയമം നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. യഹൂദ നിയമത്തെ ശക്തമായിരുന്നു. അപ്പോഴാണ് ജോസഫ് തീരുമാനിക്കുക രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിപ്പാൻ തീരുമാനിക്കും. അപ്പോൾ പിന്നെ ആരും മറിയത്തെ കുറ്റപ്പെടുത്തുകയില്ല. ജോസഫ് ഉപേക്ഷിച്ചു പോയി എന്നുള്ള ഒരു തീരുമാനത്തിൽ മറിയത്തെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുക, ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ഭയക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പിന്നീട് പറഞ്ഞു അത്തരത്തിൽ പുത്രൻ ജനിക്കും, യേശു എന്ന് പേരുള്ള പല കാര്യങ്ങളും പറഞ്ഞു ജോസഫിനോട്. ജോസഫ് നിദ്രയിൽ നുണർന്ന് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. നമുക്ക് കേൾക്കാനുള്ള വായിക്കാൻ എളുപ്പമാണ്. ഉടുക്കനായ ജോസഫ് നമ്മളിൽ ആരുണ്ടാവും എന്നറിയാം. 3-4 മാസങ്ങളിൽ തിരിച്ചു വരുന്ന വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനോട് ഭാര്യ പറയുകയാണ് ഞാൻ ഗർഭിണിയാണ് പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ഓക്കെ മോളെ ഗുഡ്, നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാര്യ കൈ പിടിക്കുവാൻ എത്ര ഭർത്താക്കന്മാർ ലോകത്തിലുണ്ടാവും ഇന്ന് പോലും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോസഫ് നിദ്രയിൽ ഉണർന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു പിൻബലം, ഒരു സ്വപ്നം മാത്രം. യാഥാർത്ഥ്യത്തിന്റെ യാതൊരു വശമില്ല. നമുക്ക് സ്വപ്നം കാണണം. ഞാനപ്പോൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. മൂലക്കാട്ട് പിതാവായിട്ടോ മെത്രാനായിട്ടും മാർപ്പാപ്പയായിട്ടോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉറക്കത്തിൽ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടിട്ടുണ്ടാകാം. സ്വപ്നത്തിൽ പല രാജകുമാരെയും കണ്ടെന്ന് ചരിച്ചിട്ടുണ്ടാകാം. പക്ഷെ സത്യത്തിൽ എൻ്റെ സ്വപ്നം അവിടെ തീർന്നു കണ്ണു തുറന്നപ്പോൾ. എന്നാൽ ജോസഫ് കണ്ണു തുറന്നിട്ടും സ്വപ്നത്തെ സ്വീകരിച്ച് ഭാര്യയെ സ്വീകരിച്ചു. പ്രിയപ്പെട്ട ചില നിർദ്ദേശങ്ങൾ തമ്പുരാൻ നൽകുമ്പോൾ, ചില കാഴ്ചപ്പാടുകൾ തമ്പുരാൻ നൽകുമ്പോൾ ജെറിനും ദീയും ധൈര്യത്തോടെ സ്വീകരിക്കണം. ദൈവം നൽകുന്നതാണെന്ന വിശ്വാസത്തോടെ അതിനെ കരം കൊണ്ട് ഗ്രഹിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. അതിനാണ് നിങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുക. ഒരു ചെറിയ സംഭവം ഓർക്കുകയാണ്. 50 വർഷം പൂർത്തിയായ ഒരു ഭാര്യ ഭർത്താവും, വിവാഹത്തിന്റെ 50-ാം വർഷം പള്ളിയിൽ പോവുകയാണ്. സാധാരണ കുടുംബം ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവുമാണ്. പള്ളി കയറിയപ്പോഴത്തേനും ഭാര്യ പറഞ്ഞു നമുക്കൊന്ന് കുമ്പസാരിക്കാം. അപ്പം ചെവി പറഞ്ഞു 50-ാം വർഷമായില്ലേ ഇങ്ങനെ നമ്മൾ ചുമക്കുന്നു പരസ്പരം, നമുക്കൊന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് പോകാം. നോക്കിയപ്പോൾ കുമ്പസാരിക്കൊണ്ടുള്ള അച്ഛനിരിപ്പുണ്ട്. ഭാര്യ എന്നാദ്യം കുമ്പസാരിച്ചു.
അത് കഴിഞ്ഞ് ഭർത്താവ് ചെന്ന് കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അച്ഛാ ഇതിനു മുമ്പ് കുമ്പസാരിച്ച് പോയിട്ടത് എൻ്റെ ഭാര്യയാണ്. അച്ഛൻ അവൾക്ക് എന്താ പ്രായശ്ചിത്തം കൊടുത്തത് എന്ന് പറയാമോ? അപ്പം അച്ഛനത് ശരി, കാരണം അങ്ങനെ ഒന്നും പറയാറില്ല. കുർബാനക്കല്ല, കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് അച്ഛൻ അത് ഒന്നും പറയാതെ ആ കാര്യമൊക്കെ ശ്രദ്ധയിൽ ഇയാൾ വീണ്ടും ചോദിച്ചു, അച്ഛൻ എന്ത് പ്രായശ്ചിത്തം കൊടുത്ത് വന്ന് പറഞ്ഞാൽ മതി, ഞാനത് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആശ്വാസം കൊടുത്തിട്ട് രണ്ടുപേരെയും വിട്ടു. അച്ഛനതോടെ ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിനെ തന്നെ കിട്ടി. അച്ഛൻ തന്നെ വിളിച്ച് കണ്ടു. അടുത്ത് വിളിച്ച് ചോദിച്ചു, അല്ല നിങ്ങളെന്നാ കുമ്പസാരത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കുമ്പസാര സമയത്ത് ഞാൻ കൊടുത്ത പ്രായശ്ചിത്തം എന്താണ് ചോദിക്കാൻ കാരണം എന്താണ് എനിക്ക് ചോദിച്ചു. അപ്പോൾ അയാൾ വളരെ സാധനം വെച്ചാൽ 5-6 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായി. ആ അപകടത്തിൽ എൻ്റെ ഭാര്യയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല. അവൾ പറയും, പക്ഷെ കേൾക്കുകയില്ല. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നുള്ളത് അവൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾക്ക് എന്ത് പ്രായശ്ചിത്തമാണ് അച്ഛൻ കൊടുത്തതെന്ന് അറിയുവാണെങ്കിൽ എനിക്ക് അവൾക്ക് വേണ്ടി ആ പ്രായശ്ചിത്തം ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു. അന്നേരമാണ് അച്ഛൻ്റെ കണ്ണിൽ നടന്നത്. കേൾവിയില്ലാത്ത തൻ്റെ ഭാര്യയുടെ കേളിപ്പുറത്തിനപ്പുറത്തുള്ള പ്രായശ്ചിത്തത്തിന്റെ കഥ കേൾക്കുവാൻ കാത്തിരുന്ന പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ സന്തത സഹചാരിയാണെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട ജെറിൻ ദിയ, നിങ്ങളുടെ നടപ്പുകളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നടപടികളും ഇപ്രകാരമുള്ള പരസ്പര സഹായത്തിൻ്റെ തുറന്ന പുസ്തകങ്ങളാകണം. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുക. ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കുടുംബക്ഷേത്രം എന്ന മനോഹര സംവിധാനം, ആ സംവിധാനത്തിൽ ഈശോയുടെ കൂടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു മഹാവക്താക്കളായി മാറുന്ന പ്രവാചക ശബ്ദങ്ങളായി മാറുന്ന 2 വ്യക്തികളാണ് ഇന്നുമുതൽ ജർമ്മനിയായി. നിങ്ങൾ 2 അല്ല 1 ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനപ്പുറം ഞങ്ങൾക്കോ നിങ്ങൾക്കോ ഇവിടെ മറ്റാർക്കുമോ നിങ്ങളുടെ ഒരുമയിൽ നിന്ന് പറഞ്ഞ അവകാശമില്ല. എന്തിന്റെ പേരാണെങ്കിൽ നിങ്ങൾ ഒന്നാണ് തിരിച്ചറിയുവാനും നിങ്ങൾ ഒന്നാക്കുവാനും കഴിയുന്ന കർമ്മത്തിലാണ് ഞങ്ങൾ സാക്ഷികളാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നിങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന. പ്രിയപ്പെട്ട ജെറിൻ ദിയ, ഇപ്രകാരമുള്ള മനോഹരമായ ഒരു സുഖത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന ക്ഷണിക്കുകയാണ്. നാളെ മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതത്തിന്റെ നിറങ്ങളും കാഴ്ചകളും നിറപ്പാടുകളും സൗന്ദര്യവും വിരൂപവും വൈരൂപ്യവും ദുഃഖങ്ങളും സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കണ്ണീരും മേൽക്കൈയുമെല്ലാം നിങ്ങൾക്ക് ചലിക്കാൻ നൽകുന്ന ഊർജങ്ങളാകണം എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഒന്നും നിങ്ങളെ മാറ്റാതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു കാളവണ്ടിയിലേക്ക് പോകാം. ഇത് ഇത്ര അടുത്തല്ലേ പറയാണല്ലോ, ഒരു കാളവണ്ടി ജോസാറിന് നോക്കുന്നുണ്ട് ഇത്ര ഉണ്ടാക്കിയെന്നില്ല, ഈ കാളവണ്ടി ഉണ്ടാകുമ്പോൾ ഒരു കാളവണ്ടിയിൽ പോകാൻ ആശ്വസിക്കുകയാണ്. കാളവണ്ടിയിൽ പോകരുത്, കാളവണ്ടി വലിക്കണം. ഇവിടെ കാളവർക്ക് അറിയാം, ഇങ്ങനെ പിള്ളേർക്കായിട്ടില്ല, ഈ കാളവർക്കറിയാം കാളവണ്ടിയുടെ കാളകൾ 2 തുകം പേറി അതിന്റെ അമർത്തിരിക്കുന്ന കാളവണ്ടിക്കാരൻ അടിക്കുന്ന ചലനങ്ങൾക്ക് അനുസരിച്ച് ഈ കാള 2 കാളകളും ഗമിക്കുമ്പോഴാണ് വണ്ടി നീങ്ങുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ജെറിനും ദിയായും കാളകളാണ്, ദുഃഖം വലിക്കുന്ന കാളകൾ. നിങ്ങളെ നയിക്കുന്ന അപരത്തെ കർത്താവുണ്ട്. കർത്താവ് പുറം നോക്കി അടിച്ച് നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ 2 പേരും ഒരുപോലെ നടന്നെങ്കിൽ മാത്രമേ വണ്ടി മുൻപോട്ട് പോവുകയുള്ളൂ, കുടുംബമാകുന്ന വണ്ടി. ഇപ്പൊ നീ വിചാരിക്കുകയാണ് ജെറിനല്ലേ ഭർത്താവ്, അതേ കുറച്ച് വലിക്കട്ടെ, എല്ലാവർക്കും വലിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം അവിടെ വലിച്ചോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ദിയ അല്പം പെടൽ താഴ്ത്തിയാൽ, മുഖം താന്നാൽ വണ്ടി ചലിക്കുകയില്ല, കാറുകൊണ്ട് കറങ്ങുകയുള്ളൂ. ജെറിൻ വിചാരിക്കുകയാണ്, ഞാൻ ഇത്ര വലിച്ചില്ലേ, കുറച്ചുകൂടെ ആൾ വലിക്കട്ടെ, എല്ലാവർക്കും വലിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ജെറിൻ ചുമൽ താഴ്ത്തിയാലും കഴുത്ത് താഴ്ത്തിയാലും വണ്ടി ചലിക്കുകയില്ല, വണ്ടി കറങ്ങുകയുള്ളൂ. പ്രിയപ്പെട്ട ജെറിൻ ദിയ, ആളുകൾ കാണാൻ വേണ്ടി നിങ്ങൾ ചലിക്കുന്ന ഈ കുടുംബ വണ്ടി നാൽക്കാവടിയിൽ നട്ടം തിരിയാനുള്ളതല്ല. അതിങ്ങനെ പ്രയാണത്തിൽ അധിഷ്ഠിതമായി സന്തോഷത്തോടെ മുൻപോട്ട് ലഭിക്കേണ്ട സാന്ത്വന സത്യയാത്രയുടെ പ്രയാണമായിട്ട് മാറും. ഒരിക്കലും വഴി വട്ടം കറങ്ങുന്ന, ആളുകൾക്ക് ചിരിക്കാൻ കഥയുണ്ടാക്കുന്ന, ആളുകൾ കഥയുണ്ടാക്കി പറയുന്ന, വട്ടം കറങ്ങുന്ന നട്ടം തിരിയുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിത വണ്ടി ചെന്ന് പെടരുത് എന്നെ പറഞ്ഞു. നടക്കുക, ചലിക്കുക, വലിക്കുക, അമരത്ത് കർത്താവുണ്ടാകും. വിവാഹമെന്ന കൂതാശ വേണ്ടി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മറുപാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സോഫിയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദത്തെ പറ്റി പഠിപ്പിച്ച വിശുകാര്യം പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി
സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തെ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ സന്തോഷ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം ആദിയിൽ പരിശുദ്ധ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുന്ന ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ദിയായി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ദിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജെറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ നടപടികൾക്ക് സാക്ഷ്യമാണല്ലോ. നിങ്ങൾക്ക് ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താലിവഞ്ചരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ വന്ദിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ ഉന്നതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം മഞ്ജരിപ്പം. കർത്താവായ ദൈവമേ, ദേവതന്മാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രിയുടെ വെഞ്ചരിപ്പ്. കൃപാവരത്തിന്റെ ആശീർവാദത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കന്യവനായ കർത്താവേ, ഈ മന്ത്രകോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗനത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗനത്തിന് വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ജനനന്ദിയായി സുവിശേഷത്തിൽ ഈശോയുടെ നെഞ്ചിൽ വലതുകരം ചേർത്ത് വെച്ച് ഒന്നാകാനുള്ള ആഗ്രഹവും ഒന്നിച്ചു വിടാനുള്ള കൃപയും അപേക്ഷിക്കുന്ന വിശുദ്ധ നിമിഷമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇവിടെ ആഗ്രഹങ്ങളെ വിശദീകരിക്കണമേ എന്ന് കർത്താവിനോട് വിശുദ്ധയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം ചെയ്യുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Oh
നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ പ്രദാശം നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
സമയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദൈവം സംയോജിപ്പിച്ച നിങ്ങളോട് നേർന്നുണ്ടാകുമാറാകട്ടെ. എപ്പോഴും